രണ്ടുപേരും നുഴഞ്ഞു കയറ്റിയാലും അറിയില്ലായിരിക്കും. എല്ലാരും നിങ്ങൾ നോക്കണം. പക്ഷെ ഈ മോളി വെച്ചിട്ട് തന്നെ എന്റെ സാരിയെല്ലാം ഉരിഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്നേ. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു പുതിയ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഇന്ന് ഞാൻ സാരിയൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഡെയ്സി ഗേളായിട്ടാണ്. കറുത്ത എന്താണ് ബ്ലാക്ക് ഐസും അതുപോലെ സിൽവർ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് റെഡ് ലിപ്സ് ഒക്കെ ആയിട്ട് ഇന്ന് നമ്മൾ ഡൽഹിയിലാണ്. ഡൽഹിയിൽ എനിക്കൊരു ഇവന്റ് ഉണ്ട്, യൂട്യൂബിന്റെ ഒരു ലോഞ്ച് ഇവന്റ്. അതിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ നമ്മുടെ ഇങ്ങനെ കേരളത്തിന് വെളിയിലുള്ള ഇവന്റുകൾക്ക് പോകുമ്പോഴൊക്കെ ഒരു വെസ്റ്റേൺ ഡ്രസ്സ്. ഇത്തവണ ഞാൻ വിചാരിച്ചു നമുക്ക് സാരി ഉടുത്തിട്ട് പോകാം. ഭയങ്കര ഇത് നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള സാരി. ഇത് നമ്മുടെ ഓൺ സ്റ്റോറിൽ നിന്നുള്ള സാരിയാണ് കേട്ടോ. ഭയങ്കര കംഫോർട്ടബിൾ ആണ്. അപ്പം നമുക്കിങ്ങനെ ഇരിക്കാനും സാരി ഉടുത്തിട്ട് ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെ ഭയങ്കര കംഫോർട്ടബിൾ ആണ്. നന്നായിട്ട് ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെക്യൂർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കാരണം ഇങ്ങനെ നമുക്ക് കാറ്റൊക്കെ കയറാനൊക്കെ ആയിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ സാരിയാണെന്ന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് 2:30 എത്തേണ്ടത്. ഞങ്ങളിപ്പോൾ ആദ്യം നമ്മളൊരു മാളിൽ പോയി ഫുഡ് കഴിച്ചിട്ടാണ് ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകണേ. ഞാനും എന്നെ കുട്ടി ഇവന്റ് നടക്കുന്ന സ്ഥലത്ത് പോകും. ഇവർ രണ്ടുപേരെയും നമ്മൾ എവിടെയെങ്കിലും ഇറക്കി വിടും. വേണമെങ്കിൽ എന്താണെന്ന് വെച്ച് ചെയ്തോളാം പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയാണ് കാര്യം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മിക്കവാറും ഞാൻ ഇന്നെത്തുമ്പോ ലേറ്റ് ആവുമെന്നാണ്. ഇന്ന് നമ്മൾ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് പയ്യനെ പോവാം. ഞാൻ വിചാരിക്കണത് ഈ പരിപാടി ഭയങ്കര മാസായിട്ടുള്ള ഒരു പരിപാടിയായിട്ട്. പക്ഷെ ഒരുപാട് ആളുകളുള്ള അപ്പൊ അതിന്റെ ഇടയിൽ ഒരാൾ വൈകി വന്നാലും അറിയത്തില്ലായിരിക്കും. രണ്ടുപേരും കൂടി കേട്ടാലും രണ്ടുപേരും നുഴഞ്ഞു കയറ്റിയാലും അറിയില്ലായിരിക്കും. അങ്ങനത്തെ ഒരു പരിപാടി ആയിരിക്കും. അറിയില്ലായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെ നോക്കിയിടി, മറ്റേ പഴയ പടത്തിലൊക്കെ കാണുന്ന പോലത്തെ മൊത്തത്തിലൊരു പൊടി പിടിച്ച്. പക്ഷെ എല്ലാവരും ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടല്ലേ. റെഡ് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ നല്ല ബ്രൗൺ അല്ലെങ്കിൽ റെഡ് ലിപ്സ്റ്റിക് നല്ല ബ്രൈറ്റ് ആയിട്ട്. ഏത് പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് എല്ലാത്തിനും ഡയറക്ഷൻ ചേച്ചി എന്നുവെച്ചാ ചവിട്ടി കൊണ്ടുപോകണ ടീച്ചറിനൊക്കെ അടുത്തുകൊണ്ട് പറഞ്ഞു നോക്കി ആണോ കാണിക്കണത്. മരങ്ങളൊക്കെ അങ്ങ് പൊടി പിടിച്ച് ചെളി പിടിച്ച്. മോളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. വിശന്ന് കടൽ കരിയണം. ഇവിടെ എല്ലാരും നിങ്ങൾ നോക്കണേ. നമ്മൾ ഈ കണ്ട ഫുഡ് കോർട്ടിൽ ഈ മോളിന്റെ ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ. ബിരിയാണി കഴിക്കാൻ പോണത്. ഡൽഹി വന്നിട്ട് നമ്മൾ ബിരിയാണി കഴിക്കാണ്ടിരിക്കണം എങ്ങനെയാ? അതുകൊണ്ട് ബിരിയാണി ഞാൻ വിചാരിക്കണേ ഞാൻ ആ കണ്ട കടയിൽ നിന്ന് ഷവർമ്മ മേടിക്കാം. നേരെ അങ്ങോട്ട് ഇവന്റിന്റെ സ്ഥലത്ത് പോയാൽ മതിയായിരുന്നു. രണ്ടായിട്ട് പോയിട്ട് ഷോർട്സ് കഴിച്ചോ. ഷോർട്സ് പക്ഷെ ഈ മോളി വെച്ചിട്ട് തന്നെ എന്റെ സാരിയെല്ലാം ഉരിഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്നേ. എനിക്ക് നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഇങ്ങനെ ഉരിഞ്ഞു പോരും തോന്നുന്നു അല്ലേ? പക്ഷെ ഉരിഞ്ഞു പോരത്തില്ല. പോരാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. ഇപ്പം തന്നെ 2 മണിയായി. 2:30 എനിക്ക് അവിടെ എത്തേണ്ടത്. ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ലാന്ന് വിചാരിക്കണം.
നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ഇതെന്താ പ്ലാറ്ററോ? അപ്പൊ എന്തെല്ലാം ഓർഡർ ചെയ്ത്? എല്ലാത്തിനും 2 ഐറ്റം. വേറെന്താ റൊട്ടി ഇവക്ക് ബിരിയാണി. ആ ഇത് കഴിക്കാൻ പ്ലേറ്റ് വേണം. നമ്മളങ്ങനെ മോളിൽ നിന്നൊക്കെ ഇറങ്ങി. ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഹോട്ടലിലോട്ട് പോവാട്ടോ. പുൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾഡൻ ലൈറ്റ് അടിക്കാൻ ഭയങ്കര രസമുണ്ടല്ലേ. നോക്കിയാൽ കുട്ടി ഗോൾഡൻ. അപ്പം അതാ അവിടെ അസു ചേച്ചി ഐഷ് ചേച്ചി ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. സാരല്ല, ഞാൻ വിചാരിക്കുന്നത് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താണെന്നുള്ളത്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഹോട്ടൽ കേട്ടോ. പുൽമാൻ എളുപ്പമുണ്ടല്ലേ? പുൽമാൻ തന്നെ ആയിരിക്കുമല്ലേ അല്ലേ? പുൽമാൻ എന്നാണോ? ആടാ അതേ ഒരു പട്ടിക്കുട്ടി അല്ല വലിയ കുട്ടി. അത് മറ്റേ ഡോഗ് സ്ക്വാഡ് ഇതാണോ? സ്ക്വാഡാണോ? അല്ലേ? ഓ ഞാനോട്ടാ ആ വണ്ടിയിൽ ഇറങ്ങിയെന്നാണ്. അല്ല എനിക്ക് അറിഞ്ഞോട്ടെ, പുള്ളി അതും പിടിച്ചേക്കല്ലേ. മേ ബി ആയിരിക്കും. ഞാൻ ഗസ് അടിച്ച വലിയ ഹോട്ടൽസിലൊക്കെ എങ്ങനെയല്ലേ. വെൽക്കം ടു പുൽമാൻ ന്യൂ ഡൽഹി എറോ സിറ്റി. ഇവന്റെ ഒക്കെ നടക്കും. ഓ ഈ പട്ടി മണക്കാൻ നിക്കുന്ന എന്തെങ്കിലും ഡോഗ് സ്ക്വാഡ്. അവന് ഭയങ്കര വിഷമമുണ്ടല്ലോ. ലാഭം. ഞാൻ വന്നപ്പോ അൺഎക്സ്പെക്ടഡ്ലി ഇല്ലേ നമ്മളൊട്ടും പ്ലാൻ ചെയ്യാണ്ട് വന്നപ്പോഴേ നിങ്ങളെ കണ്ടുന്ന്. ബ്ലാക്ക് നമ്മളിവിടെ വന്ന് എന്താ ചെക്കിങ്ങിനല്ലല്ലോ എന്താണ് പറയാ രജിസ്ട്രേഷൻ ഞാൻ എൻ്റെ പേര് എഴുതിയിട്ടില്ല ഈ സാധനം. പിന്നെ ഒരു ഗുഡി ബാഗ് കിട്ടിയിട്ടുണ്ട്. ഗുഡി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും എൻ്റെ കുട്ടിയെ ഞാൻ +1 ആയിട്ട് കയറ്റാൻ വിചാരിച്ചു. അമ്മൂസ് അച്ഛനും വരുമ്പോഴേക്കും നമുക്ക് അവരെ കയറ്റാം. തിയേറ്ററും +1 ആയിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു. ഇല്ലെങ്കിൽ അവർ ബോറടിക്കും അവിടെ ഇരുന്ന്. എത്ര നേരം ഇവിടെ 8 മണി വരെ ഉണ്ട്. അപ്പം അത്രയും സമയം അവരവിടെ ഇരുന്നു. ഇൻ ബിറ്റ്വീൻ ഞാൻ ഇറങ്ങി വന്നു ഗൈസ്. സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മൂസിനെ ഞാൻ അങ്ങനെ കയറ്റി ഗൈസ്. പക്ഷെ അമ്മൂസിന് കയറാം. അമ്മൂസ് ഈസ് ഓൾസോ ക്രിയേറ്റർ വിത്ത് ഓവർ 1 lakh ഫോളോവേഴ്സ്. വീഡിയോ ഇടാറില്ലാത്ത ക്രിയേറ്റർ എന്ന് മാത്രമേ ഓക്കെ. നമ്മളെ കയറ്റി വിട്ട് കാണിച്ചു തന്നെ. പിന്നെ ഒരാൾ വന്നിട്ട് ഓടി വന്നിട്ട് കം ഹിയർ പറഞ്ഞിട്ട് ചായ മേടിച്ചോ? വീണ്ടും ചമ്മി. അങ്ങനെ വെറുതെ ഇവർക്ക് ചായ കൊടുക്കൂല്ലോ. നമ്മുടെ ഇവന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ എന്റെ മാനേജറെയൊക്കെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ല. നമുക്ക് ഐഫോണിന്റെ ഫീച്ചർ വർക്ക് ചെയ്യണ്ടോ നോക്കാം. ഇതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഓരോ സെന്റൻസിന്റെ ഇടയിൽ ചുമയാണ്. ഇപ്പൊ നമ്മള് ഒരു ഫോട്ടോ എടുക്കണം എന്ന് ഇവരുടെ സോഷ്യൽ ടീം പറഞ്ഞു. അപ്പൊ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ചായ ഓടിച്ച് പിന്നെ സരോജിനി മാർക്കറ്റിൽ പോകും.
അതെ അച്ഛൻ ചേച്ചി പോലെ എപ്പോഴും ഈ പറയുക തന്നെയാണ് 35, 35 തള്ള വേണ്ടിയിട്ടാണ്. അത് ഇവർ പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതെ അശു ചേച്ചിയൊക്കെ ഉണ്ട്, അവർ സംസാരിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ ഇനി നേരെ നമ്മൾ സരോജിനിയിലോട്ടാ പോണേ. ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇവിടെ ഈ ഓരോ ബൂത്ത്. ഓക്കെ ഹായ്, ഞാനുണ്ട് ഇവിടെ. ഹലോ ഷെൽമി ചേച്ചി. അറിയില്ലായിരിക്കും, എന്നാലും അറിയാം. നിങ്ങൾ ഹോൾസെയിലിൻ്റെ ഒക്കെ പർച്ചേസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ചാനൽ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഈ ഗിഫ്റ്റ് വെക്കണ സാധനങ്ങളുണ്ട്. പക്ഷേ ഗിഫ്റ്റ് വെക്കണ സാധനമല്ല, ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ട്. ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഓരോ ഗെയിം കളിക്കുമ്പോൾ ഓരോ സാധനങ്ങൾ കിട്ടും. എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഞാൻ ആ സമയത്ത് ഷവർമ കഴിക്കാനായിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു പ്രയോറിറ്റി. അപ്പോൾ ഇവർക്കത് വേറെ സാധനങ്ങൾ കിട്ടും. അല്ല അതങ്ങനെ ഇതിനകത്ത് AI വന്നിട്ടില്ല. ഒരു iPhone 16 എടുത്തതിനാണോ എനിക്ക് അഹങ്കാരം? എന്താന്ന് ചോദിച്ചാൽ ഇവളുടെ ഫോണിന് ക്ലാരിറ്റി കൂടുതലില്ലേ എന്നാണ്. എന്റെ ഫോണിൽ ആദ്യം അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റയാണോ ഉദ്ദേശിച്ചത്? അത് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഗിഫ്റ്റ് കിട്ടി. എന്ത് ഗിഫ്റ്റാന്ന് അവിടെ ചെന്ന് തുറന്നു നോക്കാം കേട്ടോ. എല്ലാവർക്കും കിട്ടി. അച്ഛൻ മാത്രമില്ല, അമ്മൂസിന്റെ ഫോണിൽ വർക്ക് ചെയ്യണില്ലാത്തതുകൊണ്ട് അച്ഛന് മാത്രം ഗിഫ്റ്റ്. എല്ലാവർക്കും ഗിഫ്റ്റായി. നമ്മുടെ ഊബർ വന്നിട്ടുണ്ട്. നമുക്ക് അപ്പം ഇനി റൂമിൽ ചെന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഓക്കെ. അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാണ് കേട്ടോ. സരോജിനി മാർക്കറ്റിന്റെ ഞാൻ വേറെ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ്